ഡിയർ ഫ്രണ്ട്സ്, കൊല്ലം IAS-ലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കാനാണ് ഈ വീഡിയോയുടെ റോള്. കൊല്ലം IAS ഈ 35 വർഷക്കാലം സർവീസ് നടത്തിയതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഏത് ബാങ്കിലായാലും നമ്മുടെ ഒരു സ്റ്റുഡൻ്റെങ്കിലും ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മുടെ അംബാസിഡേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഷെയർ ചെയ്യുന്ന കുട്ടികളാണ് അവർ. സ്വാഭാവികമായിട്ടും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെയും അറിവിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിയാലിറ്റീസ് നമുക്ക് ഷെയർ ചെയ്യും. SBI എല്ലാവരുടെയും സ്വപ്നമാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം അസോസിയേറ്റ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് എല്ലാം മേർജ് ചെയ്തിട്ട് ഒന്നായിട്ടുണ്ട്. അങ്ങനെ വരുമ്പം ആ വേക്കൻസികൾ എല്ലാ സ്റ്റേറ്റ് ബാങ്കിൻ്റെയും കൂടെ ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എല്ലാ വർഷവും റെഗുലർ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, ക്ലറിക്കലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് വേറെ ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് മൂന്നാമതുണ്ട്. ഇത് ഓരോന്നും നമ്മൾ ടാർഗറ്റ് ചെയ്ത് അവരുടെ എലിജിബിലിറ്റി അനുസരിച്ച് പ്ലാൻ ചെയ്താൽ വളരെ കൃത്യമായിട്ട് ഏറ്റവും എളുപ്പം ഏത് ജോബാണ്, ബാങ്ക് ജോബിൽ ഏതാണ് എളുപ്പം എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോഴേക്ക് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട്, ഫൈനൽ ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇൻ്റർവ്യൂ ഉണ്ട്, ഗ്രൂപ്പ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഒരു പ്രോഗ്രാം. ഇത് കഴിഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ബാക്കിയുള്ള മാർക്ക് ഇതുകൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ടാസ്ക് ഉണ്ടെന്ന് ആദ്യമേ നമ്മളങ്ങ് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഓഫീസേഴ്സ് അപ്ലൈ ചെയ്യുന്നവർ ഒരുപക്ഷെ കൂടുതലാണെങ്കിലും എക്സാം അപ്പിയർ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എക്സാം അപ്പിയർ ചെയ്യുന്നവരുടെ എണ്ണം കുറയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീറ്റേഴ്സ് കുറവാണ്. ഈ പ്രിലിമിനറി തന്നെ ക്വാളിഫൈ ചെയ്യുന്നവരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി അതിൻ്റെ ഒരു 1/10 ആൾക്കാരെ അവർ സെക്കൻഡ് ഫൈനലിലേക്ക് എടുക്കുന്നുള്ളൂ, ഫൈനൽ എക്സാം അപ്പിയർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. പ്രിലിമിനറി തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ 30, 25 ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 35 plus 35 70, പിന്നെ ഒരു 30 ക്വസ്റ്റ്യൻ, 100 ക്വസ്റ്റ്യൻസ് നമ്മൾ വിത്തിൻ ആ ടൈം ബൗണ്ടായിട്ട് സെപ്പറേറ്റ് ടൈമാണ് ഓരോന്നും ടൈം ബൗണ്ടായിട്ട് ചെയ്ത് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യും. അപ്പം ഫൈനലിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളല്ല ആയിരിക്കണം പ്രിലിമിനറി നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഫൈനലിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം പ്രിലിമിനറി സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി ദാറ്റ് യു ആർ എലിജിബിൾ ടു ക്വാളിഫൈ. ക്വാളിഫൈ ചെയ്യുന്ന പേഴ്സൺ ഫൈനലിന് വളരെ ഡെപ്തിൽ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തായിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും എളുപ്പം എന്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയാൻ കാര്യം ഡിസ്ക്രിപ്റ്റീവ് 50 മാർക്സിനാണ്. അപ്പോൾ 50 മാർക്സിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 30-35 മാർക്സ് വാങ്ങാം. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് യൂഷ്വൽ ആയിട്ടുള്ള ടോപ്പിക് ഏതെങ്കിലും ആയിരിക്കും, കറണ്ട് ടോപ്പിക്സ് ഏതെങ്കിലും ആയിരിക്കും, ആ ടോപ്പിക്സ് നമ്മൾ നന്നായിട്ട് എഴുതി പ്രസൻറ്റ് ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് വിത്തിൻ ദി ലിമിറ്റഡ് ടൈം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം. ഒരു 30-35 ആവറേജ് സ്കോർ കിട്ടും. 87 കഴിഞ്ഞ വർഷത്തെ 87 മറ്റോ 87-89 ഞാൻ അത് കാണിക്കാം. എൻ്റെ പ്രിൻ്റ് ഔട്ട് നന്നായിട്ട് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ 87 വേണമെന്നെടുത്ത് ആദ്യമേ തന്നെ നമുക്ക് 35 കിട്ടുക. ഈ 35 കിട്ടുമ്പോൾ പിന്നെ ഇംഗ്ലീഷിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് വേറെയുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ഔട്ട് ഓഫ് 40 വരുമ്പോഴേക്ക് 20 മാർക്സ് എന്തായാലും വാങ്ങാം. അപ്പോൾ 35യുടെ കൂടെ 20യുടെ കൂട്ടുമ്പോഴേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു 50-55 മാർക്സ് നമുക്ക് ഇംഗ്ലീഷിന് മാത്രം കവർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 3 ടോപ്പിക്കുകൾ ഇന്നും കൂടെ ചേർന്നാണ് ബാക്കിയുള്ള 87 എത്താനുള്ള റിമൈനിങ് മാർക്സ് നമ്മൾ സ്കോർ ചെയ്യും. അതുപോലെ തന്നെ മാത്സ്. മാത്സിന് നമ്മൾ എത്ര വാങ്ങണം ചോദിച്ചാൽ മാത്സിനൊക്കെ കട്ട് ഓഫ് വളരെ കുറവാണ്. എല്ലാം 5ഉം 6ഉം ഒക്കെയുള്ള മാത്സിന് റീസണിങ്ങിൻ്റെ കട്ട് ഓഫ് വരുന്നത് വളരെ കുറവാണ്. ഈ 5ഉം 6ഉം മാത്സിൻ്റെ കട്ട് ഓഫ് വാങ്ങിയാൽ പോലും നമുക്കൊരു യാതൊരു പ്രോബ്ലവും ഇല്ല. ബാക്കിയുള്ള റിമൈനിങ് നമുക്ക് വാങ്ങാനായിട്ട് ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ട്. അതിന് നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് ഔട്ട് ഓഫ് 40 ആകുമ്പോഴേക്കും നമുക്കൊരു 25-30 മാർക്സ് വളരെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്ന ഒരാളിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വിതിൻ മിനിമം ടൈം യു ക്യാൻ സ്കോർ ദാറ്റ് മച്ച് മാർക്ക്. മിനിമം ടൈം കൊണ്ട് അത്രയും സ്കോറിങ് കിട്ടുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒബ്ജക്റ്റീവ് ഇത് രണ്ടും കൂടെ കഴിയുമ്പോഴേക്ക് തന്നെ നല്ല 50-55 മാർക്സ് കിട്ടുക. പിന്നെ നമ്മൾ 20 മാർക്സ് എങ്കിലും ജനറൽ അവയർനെസ്സിന് മേടിക്കുമ്പോഴേക്ക് 70-75 മാർക്സ് അതിന് കിട്ടുക. പിന്നെ റിമൈനിങ് മാർക്സ് വളരെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയും ബാക്കിയുള്ള IBPS എക്സാമിന് അപ്രോച്ച് മാത്രം മതി. മാർക്സ് IBPS-ന് 71 പോയിന്റ് സംതിങ് ആണ് കട്ട് ഓഫ് എങ്കിൽ
ടോട്ടൽ കട്ട് ഓഫ് എങ്കിൽ ഇതിനാണെങ്കിൽ 87 പോയിന്റ് സംതിങ് ആണ്. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് അവിടെ 25 മാർക്സേ ഉള്ളൂ, ഇവിടെയാണെങ്കിൽ 50 മാർക്സും. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ എല്ലാവരും തയ്യാറാവണം. മാത്സ് ഒരു 10 ക്വസ്റ്റ്യൻസ്, ഹയർ സേഫ്റ്റിക്കും 10 മാത്സ് ക്വസ്റ്റ്യൻസ്, 10 റീസണിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് ഏറ്റവും കൂടുതൽ. ഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് കവർ ചെയ്തെടുക്കുന്നോ, അത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നോ, അതാണ് നമ്മളുടെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റുന്നത്. ആ അഡ്വാൻറ്റേജ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടുന്നത്. അല്ല മാത്സിനൊന്നും വളരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഹയർ ലെവൽ മാത്സ് SBI ആണ്, SBI കിട്ടാൻ അത്ര പ്രയാസമാണ്, ഒരിക്കലും ആ തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. മാക്സിമം ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതാം, മാക്സിമം ക്ലാസ്സസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ യൂഷ്വൽ ക്ലാസ് കൂടാതെ തന്നെ നമ്മുടെ എക്സ്പ്ലനേഷൻ ഓരോ അഡീഷണൽ ആയിട്ട് നമ്മൾ കവറേജ് വരും. ആ ഡിസ്കഷൻ ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് നോർമലായിട്ട് വേണം. പിന്നെ അമിത പ്രാധാന്യത കൊടുത്ത് മാത്സിന് മാത്രം സമയം കളയുന്ന ഒരു ടെൻഡൻസി ഒരുപാട് കുട്ടികൾക്ക് ഇപ്പം വീക്ക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ തെറ്റിദ്ധരിച്ചാണ്. ഒരിക്കലും മാത്സിന് നമ്മൾ എത്രയൊക്കെ ടഫാണെങ്കിലും എത്രയൊക്കെ സിമ്പിൾ ആണെങ്കിലും എന്തായാലും വാങ്ങുന്ന ലിമിറ്റേഷൻ ഉണ്ട്. ആ മാർക്സേ നമുക്ക് വിത്തിൻ ദി ടൈം ചെയ്യാൻ പറ്റും. ആ ടൈമിന് ചെയ്യാൻ പറ്റുന്ന മാർക്ക് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബുദ്ധിപരമായിട്ട് ഒരു അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാത്സിന്റെ ടൈം കട്ട് ഓഫ് ടൈം കഴിയുമ്പോഴേ അത് കവർ ചെയ്യാം. അതുപോലെ തന്നെ റീസണിങ് കഴിയുമ്പോഴേക്ക് അത് കവർ ചെയ്യാം. റിമൈനിങ് യു ക്യാൻ സ്കോർ ഫ്രം ദി റിമൈനിങ് അതർ 2 സെക്ഷൻ. ഇതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇത് നമുക്ക് കട്ട് ഓഫ് മാർക്സ് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് റിയാലിറ്റി കിട്ടും. ഓക്കെ.